ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് എ 100-fold yield ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വെൻ വിൽ മൈ മാംഗോ ട്രീ ബിയർ മാംഗോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ. അപ്പോൾ ഒരു കുട്ടി ചെറിയൊരു മാംഗോ ട്രീ വെച്ച് വളർത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വലിയൊരു മാംഗോ ട്രീയിൽ നിറച്ച് മാംഗോ ഉണ്ട്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ ഈ ചെറിയ മാംഗോ ട്രീ വലുതായി മാങ്ങയൊക്കെ ഉണ്ടാവാൻ തുടങ്ങുക? ഹാവ് പേഷ്യൻസ്, യുവർ മാംഗോ ട്രീ വിൽ ഗ്രോ ആൾസോ ഗീവ്സ് യു ലോട്ട്സ് ഓഫ് മാംഗോസ് വിത്തിൻ 8 to 10 years. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയണേ, കുറച്ച് കാലം വെയിറ്റ് ചെയ്യൂ, ഒരു 8 തൊട്ട് 10 കൊല്ലം വരെ വെയിറ്റ് ചെയ്യൂ, മാവ് വലുതായി ഇഷ്ടംപോലെ മാങ്ങ തരുമെന്നാണ് പറയുന്നത്. You may have seen different types of mango trees in your home and surroundings. Ask the elders in your home how long it will take for the mango saplings to grow and produce mangoes. അപ്പോൾ മാംഗോസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് മാംഗോസ് പല ടേസ്റ്റിലും സൈസിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ മാംഗോ ട്രീ പെട്ടെന്ന് തന്നെ കായ്ക്കില്ല അല്ലേ, കുറച്ച് വർഷങ്ങളെടുക്കും. അപ്പോൾ ഓരോ മാംഗോ ട്രീയും എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് കായ്ക്കുന്നതെന്ന് വീട്ടിലുള്ള സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാനാണ് പറയുന്നത്. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ വൈൽ പ്ലാന്റിങ് ആൻഡ് നറിഷ് സ്മോൾ സാപ്ലിംഗ്. അപ്പോൾ ചെറിയൊരു നടുമ്പോൾ നമ്മുടെ ഒരു ഇതെന്താ എക്സ്പെക്റ്റേഷൻ എന്താ, അതിൽ മാംഗോ ഉണ്ടാവും തന്നെയായിരിക്കും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലേ. ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്, മസ്റ്റ് സ്റ്റാർട്ട് yielding അറ്റ് ദ ഏർലിയസ്റ്റ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെട്ടെന്ന് തന്നെ വേഗം ഉണ്ടാവണം എന്ന്. മാംഗോസ് ഷുഡ് ബി സ്വീറ്റ്, പിന്നെ ഉണ്ടാവുന്ന മാംഗോ ഭയങ്കര സ്വീറ്റ് ആയിരിക്കണം എന്ന്. ആറിൻറ്റ് യുവർ ഗോൾസ് ദ സെയിം വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓർ സെറൽസ് ടു. എല്ലാതും എന്താ പറയുന്നത്, ആറിൻറ്റ് യുവർ ഗോൾസ് സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും സെറൽസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ. വാട്ട് തിങ്സ് അപ്പോൾ അവിടെ ഷുഡ് yield ക്വിക്കിലി, മസ്റ്റ് yield പ്ലെൻറ്റി, yield ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ എന്താ പെട്ടെന്ന് ഉണ്ടാവണം, അതേപോലെ തന്നെ നന്നായിട്ട് ഉണ്ടാവണം, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത് ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ. വാട്ട് തിങ്സ് ആർ ടു ബി ടേക്ക് കെയർ ഓഫ് ടു അച്ചീവ് ദീസ്. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെർട്ടൈൽ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗുഡ് സീഡ് ആയിരിക്കണം. പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ പ്ലാന്റിംഗ് മെറ്റീരിയലിന് വേണ്ടി യൂസ് ചെയ്യുന്ന സീഡ് എന്ന് പറയുന്നത് നല്ല ഗുഡ് ക്വാളിറ്റി സീഡ് ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്താണ് നല്ലൊരു പ്ലാന്റ് ഉണ്ടായി കിട്ടുള്ളൂ. നെക്സ്റ്റ് എന്താണ്, ഫെർട്ടൈൽ സോയിലാണ്, നന്നായി വളരാൻ പറ്റിയ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായിരിക്കണം. തേർഡ്, ഫേവറബിൾ ക്ലൈമറ്റ് ആയിരിക്കണം, ചെടിക്ക് വളരാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആയിരിക്കണം. ഫോർത്ത്, നമുക്ക് ക്വാളിറ്റി, നമ്മൾ സീഡിൻ്റെ കാര്യം പറഞ്ഞതാണ് ക്വാളിറ്റി. പിന്നെ പ്രോപ്പർ മാനുറിങ്, നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് അതേപോലെ തന്നെ അതിനാവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ വീഡ് കൺട്രോൾ ആൻഡ് പെസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം ഒരു ചെടിയിൽ പെസ്റ്റസ് ഒക്കെ വരും, അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യണ മെത്തേഡ് നമ്മൾ നോക്കണം. ഫൈനലി നമുക്ക് പറയാനുള്ളത് നറിഷിംഗ് ആണ്. അപ്പം നല്ല രീതിക്ക് തന്നെ കെയർ കൊടുക്കണം. ഓക്കെ, സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ് അടുത്ത ഭാഗം നമുക്ക് പറയാനുള്ളത്. ഹാവൻ യു ഹേർഡ് ദ പ്രോവർബ്, വിത്ത് ഗുണം 10 ഗുണം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, വിത്ത് ഗുണം 10 ഗുണം. അതായത് നമ്മുടെ സീഡ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നന്നാവും, അതിലുണ്ടാവുന്ന ഫ്രൂട്ടും നന്നാവും. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ആണ്, അതിൻ്റെ ഫ്രൂട്ട് സീഡ് ഒക്കെയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. പാവയ്ക്കാണ് അല്ലേ. വാട്ട് ആർ സീഡ്സ് ഫോംഡ്, വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എവിടെ നിന്നാണ് നമുക്ക് സീഡ്സ് ഉണ്ടാവുന്നത്? സീഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടാണ് നമുക്ക് സീഡ്സ് കിട്ടുന്നത്. ദ ഒവ്യൂൾസ് ഇൻസൈഡ് ദ ഓവറി ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫോം ഇൻ ടു എ സീഡ്. ലേറ്റർ ഓവറി ചേഞ്ചസ് into fruit, so inside the fruit we can see the seeds. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സീഡ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ സീഡിൽ നിന്ന് എന്തുണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്. നമ്മളൊരു ബെസ്റ്റ് സീഡ് ഇതാക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഓക്കെ, ബെസ്റ്റ് സീഡ് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സ് തന്നെ നോക്കി കളക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഫെർട്ടൈൽ സോയിൽ തന്നെ അത് വളർത്തിയെടുക്കുക. പ്രോപ്പർ കെയർ ആ പ്ലാന്റ്സിന് കൊടുക്കുക. ഓക്കെ, അടുത്ത ഭാഗം, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ്സ് ഫ്രം, വൈ? അപ്പോൾ യു നോ ദാറ്റ് എ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ്. നമുക്കറിയാം ഒരു സിംഗിൾ പ്ലാന്റിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൊമാറ്റോയുടെ ചെടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഇഷ്ടം പോലെ ടൊമാറ്റോ ഉണ്ടാവും അല്ലേ. ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്റ്റഡ് ടു ഗെറ്റ് ഗുഡ് സീഡ്സ്. ഓക്കെ, are the fruits formed in the initial and final stages of the lifespan of
plants ideal for seed collection? അപ്പോൾ സീഡ് കളക്ഷന് ഇതാണോ എന്നാണ് ചോദിച്ചത്. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ് ലൈഫ് സ്പാൻ. പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ് ഇൻ എ സിംഗിൾ ഫ്രൂട്ട്. ഇപ്പോൾ നമ്മുടെ ലേഡീസ് ഫിംഗർ, നമ്മുടെ വെണ്ടയ്ക്ക് എടുത്താലും പയറെടുത്താലും നമുക്ക് ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ വിത്ത് കിട്ടും അല്ലേ. ഇപ്പോൾ ഒരു വെണ്ടയ്ക്കയിൽ നിന്ന് നമുക്ക് കുറേ കുരുക്കൾ കിട്ടില്ലേ. അപ്പോൾ ക്യാൻ ഓൾ ദീസ് സീഡ്സ്, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ക്യാൻ ഓൾ ദീസ് സീഡ്സ് ടു ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലിങ്സ്. ഇതിൻ്റെ എല്ലാ സീഡ്സും നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ളത് വേണ്ടി എടുത്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് പ്ലാന്റ്സ് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹൗ ക്യാൻ വി സെലക്ട് ദ ബെസ്റ്റ് സീഡ് ഫ്രം ദം? ടേക്ക് എ പീ സീഡ്സ്. നമുക്ക് എന്താ പറയുക, ഒരു പീ സീഡ്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ സെലക്ട് ദ ബെസ്റ്റ് സീഡ് ഫ്രം ദയർ ബേസ്ഡ് ഓൺ ഫോളോയിങ്. അപ്പം നല്ല ഷേപ്പ് നോക്കുക, പിന്നെ അതിൻ്റെ നല്ല വെയിറ്റ് നോക്കുക, സൈസ് നോക്കുക, അതേപോലെ സീഡ് കോട്ട്, അതിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ നോക്കുക. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് അടിയിൽ കുറച്ച് ഫാക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ലോ ഈൽഡ് എന്തായാലും എടുക്കാൻ പറ്റില്ല, ഹൈ ഈൽഡ് എടുക്കാം അല്ലേ. സോ ഹൈ ഈൽഡിങ് എടുക്കാം, ഹെൽത്തി പ്ലാന്റ് എടുക്കാം, ഇൻഫെക്റ്റഡ് പ്ലാന്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. സ്റ്റാൻഡേർഡ് ഗ്രോത്തും എടുക്കാൻ പറ്റില്ല. സെക്കൻഡിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഫ്രൂട്ട്സ് ഫോംഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ് ലൈഫ് സ്പാൻ. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദി എൻഡിലുള്ളതും എടുക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് പഠിച്ചത്? നമ്മളിപ്പോൾ തന്നെ വായിച്ചതാണ്. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദി മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എടുക്കുക. ഫുള്ളി റൈപ്പൻറ്റും നോട്ട് റൈപ്പൻറ്റും നമ്മൾ എടുക്കില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, നല്ല പ്രോപ്പറായിട്ടുള്ള ഷേപ്പ് ഉള്ളതാണോ എടുക്കുക. പിന്നെ ഹാവ് നോർമൽ വെയിറ്റ് ഉള്ളതാണോ എടുക്കുക? നോർമൽ വെയിറ്റ് ഉള്ളതാണ് എടുക്കുക. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, ഡാമേജ്ഡ് പുറന്തൊണ്ടൊക്കെ ഡാമേജ്ഡ് ആയത് എടുക്കുമോ? ഇല്ല. ലൈറ്റ് വെയിറ്റ് ആണോ എടുക്കുക? നോർമൽ സൈസ് ആണോ എടുക്കുക? ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആവാൻ പാടില്ല, നമുക്ക് നോർമൽ സൈസ് ആണ്. സോ നോർമൽ സൈസ് ടിക്ക് ഇടാം കേട്ടോ. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. For this, the respective plant and fruit should also have good quality. അപ്പോൾ എന്താ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗുഡ് ക്വാളിറ്റി സീഡ്സിന് എന്തൊക്കെ വേണം? സോ ഹൈ ഈൽഡിങ് ആയിരിക്കണം, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം, പിന്നെ ഫ്രൂട്ട് ഫ്രോം സീഡ് എടുക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആയിരിക്കണം. പിന്നെ സീഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നോർമൽ വെയിറ്റും നോർമൽ സൈസും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമാണ് നേരത്തെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്? നമുക്ക് ന്യൂ പ്ലാന്റ്സ് സീഡ്സിൽ നിന്ന് മാത്രമാണോ ഫോം ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡു സാപ്ലിംഗ് ഫോം. ഏതൊക്കെയാണ്? ഫസ്റ്റ് കറി ലീഫ് ആണ്, പിന്നെ ജിഞ്ചർ പ്ലാന്റ് ആണ്, ബ്രയോഫൈലം തേർഡ്, പിന്നെ പെപ്പർ പ്ലാന്റ്. ഓക്കെ, കറി ലീഫ് നമുക്ക് ഏതിൽ നിന്നൊക്കെ ഉണ്ടാക്കാം? സ്റ്റെം കട്ടിങ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിക്കൂടെ? നമുക്ക് സീഡ് തന്നെ മുളപ്പിക്കണമെന്നൊന്നുമില്ല. ജിഞ്ചർ പ്ലാന്റോ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റെം ബ്രയോഫൈലത്തിൻ്റെ ലീഫാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ലീഫ് കുഴിച്ചിട്ടാൽ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടും. ഓക്കെ, പെപ്പർ പ്ലാന്റിനോ അതിൻ്റെ റൂട്ടാണ് നമ്മൾ കുഴിച്ചിടാറ്. ഓക്കെ, ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദ ന്യൂ പ്ലാന്റ്സ് ആർ ഫോംഡ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. സാപ്ലിങ്സ് ക്യാൻ ബി ഫോംഡ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് ബട്ട് ആൾസോ ഫ്രം ദിസ് പാഡ്സ്. നമുക്കറിയാം സീഡ്സിൽ നിന്ന് മാത്രമല്ല സ്റ്റെമ്മിൽ നിന്നും റൂട്ടിൽ നിന്നും ഒക്കെ അതുപോലെ ലീഫിൽ നിന്നൊക്കെ നമുക്ക് ന്യൂ പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹെൻസ് ദീസ് പാർട്സ് ആർ ആൾസോ പ്ലാന്റിംഗ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് ഇതിനൊക്കെ നമ്മൾ എന്തെന്ന് പറയും? പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് പറയും. അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ saplings from the vegetative part of the plant like root, stem, leaf and underground stem is called vegetative propagation. സോ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നമ്മൾ പുതിയതായിട്ടൊരു ചെടി ഉണ്ടാക്കുന്നു. ഏത് പാർട്സിൽ നിന്നൊക്കെയാണ്? പ്ലാന്റിൻ്റെ പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അതേപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്, ഇതിൽ നിന്നൊക്കെ പുതിയതൊരു ചെടി സാപ്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ് ടു. അപ്പോൾ സീഡ്ലിങ്സ് എല്ലാം ജെർമിനേറ്റ് ചെയ്യുന്നത് സീഡിൽ നിന്നാണ്. ഫൈൻഡ് ഔട്ട് ദ എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ്
which reproduce through vegetative propagation and അതേപോലെ തന്നെ sexual reproduction. Write them in your science diary എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ലീഫിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നത് സീഡിൽ നിന്ന് മാത്രമാണ്. സോ റൂട്ടിൻ്റെ അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബ്രെഡ് ഫ്രൂട്ടാണ്. സ്റ്റെം കൊണ്ട് ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ്. ബ്രയോഫൈലമാണ് ലീഫ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഡയോസോറിയ. ഓക്കെ, സീഡിൽ നിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങ. അപ്പോൾ നമുക്ക് അടുത്ത 3 ഫില്ല് ചെയ്യാം. റൂട്ടിൻ്റെ അവിടെ എഴുതിക്കോളൂ, റോസ്. റൂട്ട് റോസ്. അടുത്തത് റൂട്ടിൽ ഡാലിയ. അടുത്തത് റൂട്ടിൽ ഗോവ. സ്റ്റെമ്മിൽ ടാപ്പിയോക്കോ, അതേപോലെ ഷുഗർ കെയിൻ, ഷൂ ഫ്ലവർ. ലീഫിൽ ബെഗോനിയ, പിന്നെ ഏലോ, പിന്നെ സാമിയ. ഓക്കെ, പിന്നെ അണ്ടർഗ്രൗണ്ടിൽ ജിഞ്ചർ, നമ്മൾ പഠിച്ചതാണല്ലേ, പൊട്ടറ്റോ, കൊളക്കേഷ്യ. പിന്നെ സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള സീഡിൽ പാഡി, വീറ്റ്, പീ. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇൻ മുരിങ്ങ യങ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ് ആൻഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിങ്സ്. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മൾ സെക്ച്വൽ റീപ്രൊഡക്ഷൻ വഴി സെപ്പറേറ്റും അതേപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി സെപ്പറേറ്റും ഉണ്ടാക്കുന്ന പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഉണ്ടാവുന്ന, അതായത് രണ്ടിലും ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഒന്ന് ഷീമക്കൊന്ന, നമ്മുടെ നാട്ടിലുള്ളതാണല്ലേ ഷീമക്കൊന്ന, അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിൻറ്റ് പ്ലാന്റ് പറയാം, മിൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ സ്ട്രോബെറി, പിന്നെ നമുക്ക് പൊട്ടറ്റോ രണ്ടിലും പറയാം. പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ അല്ലേ, ഗാർഡനിലൊക്കെ. ഓക്കെ, സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. അപ്പം നമ്മൾ നല്ല പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയലും സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സുപ്പീരിയർ ക്വാളിറ്റി. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദിസ് ചിൽഡ്രൻസ്. അപ്പോൾ ആ ചിൽഡ്രൻസിൻ്റെ കുറച്ച് കോൺവെർസേഷൻ വായിക്കാം. വാവ്, ദ ഗോവ ഈസ് ബിഗ്, ഇറ്റ് ഈസ് റൈപ്പ് ആൾസോ, ക്യാൻ ഐ ഹാവ് ഇറ്റ് സ്റ്റെം കട്ടിംഗ് ഫോർ പ്ലാന്റിംഗ്. അപ്പോൾ അപ്പുറത്തുള്ളവർ ചോദിക്കുകയാണ്, എന്താണ്, നല്ല ഗോവ നല്ല വലുതാണ്, അപ്പോൾ നല്ല ഇഷ്ടമായി, അപ്പോൾ അതിൻ്റെ പ്ലാന്റ് കട്ടിങ് ഒന്ന് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഷുവർ ഐ വിൽ ഗീവ് യു ബോത്ത് ദ സ്റ്റെം കട്ടിങ്സ് ആൻഡ് ദ ഫ്രൂട്ട്. ഫ്രൂട്ടും തരാം സ്റ്റെം കട്ടിങ് തരാം, ബട്ട് ക്യാൻ ദ സ്റ്റെം ഓഫ് ഗോവ പ്ലാന്റ് സ്പ്രൗട്ട്. അപ്പോൾ ചുവരനെ ചോദിക്കുകയാണ്, എന്താ സ്റ്റെം ഗോവയുടെ, ഗോവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പേരക്കയുടെ സ്റ്റെമ്മ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൊടിക്കുമോ അല്ലെങ്കിൽ ഉണ്ടാവുമോ? വോണ്ട് ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഫോർ ദ സീഡ്സ് ടു ഗ്രോ ഇൻ ടു എ ട്രീ ആൻഡ് ഈൽഡ് ഫ്രൂട്ട്സ്. കുറേ ടൈം എടുക്കില്ലേന്ന്. വാട്ട് ക്യാൻ ബി ഡൺ to produce saplings that have all the qualities of this guava plant and can bear fruits in a short span. അപ്പോൾ ഒരു ഷോർട്ട് സ്പാനിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന്. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. നമുക്കറിയാം പോളിനേഷൻ എന്താണ് പ്രോസസ്സ് എന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു ചെടിയിൽ പൂവുണ്ടാവുന്നുണ്ട്, അപ്പോൾ ആ പൂവിൻ്റെ പൊടി നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പോളിനേറ്റേഴ്സ് വഴി വേറെ പൂവിൽ പോയിരുന്നിട്ട് അവിടുന്ന് സീഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സീഡും പിന്നെ സീഡിൽ നിന്ന് ഫ്രൂട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ഡു ദ പ്ലാന്റ്സ് ദസ് ഫോംഡ് പൊസസ് ഓൺലി ക്വാളിറ്റീസ് ഓഫ് ദി മദർ പ്ലാന്റ്. അപ്പോൾ അതിന് മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റീസ് മാത്രമാണോ ഉണ്ടാവുക? വാട്ട് ഇഫ് എ ന്യൂ പ്ലാന്റ് ഫോംഡ് ഫ്രം സ്റ്റെം കട്ടിങ് എന്നൊരു പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? വോണ്ട് ഇറ്റ് ഹാവ് ദ സെയിം ക്വാളിറ്റി. അപ്പോൾ മദർ പ്ലാന്റിൻ്റെ സെയിം ക്വാളിറ്റി തന്നെയാണോ ഉണ്ടാവുക? സ്റ്റെം കട്ടിങ് ഓഫ് ഷൂ ഫ്ലവർ, ടാപ്പിയോക്കോ, സ്വീറ്റ് പൊട്ടറ്റോ എക്സിട്ര സ്പ്രൗട്ട് ഈസിലി. നമുക്കറിയാം ടാപ്പിയോക്ക, കൊള്ളി അല്ലേ, കൊള്ളി നമ്മൾ സ്റ്റെമ്മാണ് കട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ ചെമ്പരത്തിക്കും സ്റ്റെം തന്നെയാണ് കട്ട് ചെയ്ത് വെക്കുക, സ്വീറ്റ് പൊട്ടറ്റോയ്ക്കും. പക്ഷേ വേഗം ഉണ്ടാവുകയും ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഗോവ ടു സ്പ്രൗട്ട് ഫ്രം എ സ്റ്റെം കട്ടിങ്. പക്ഷേ പേരക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റെം കട്ടിങ് എടുത്തിട്ട് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, ടൈം എടുക്കും. വാട്ട് ഇഫ് ക്യാൻ ഗ്രോ റൂട്ട്സ് ഫ്രം സ്റ്റെം ബട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ. വോണ്ട് ദ ഗോവ പ്ലാന്റ് ഗ്രോ ആൻഡ് ബി എ ഫ്രൂട്ട് മച്ച് ഏർലിയർ. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ലെയറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗോവ,
Sapota, Java apple, almond and fig rooting can be induced in the stem of mother plant. This stem with roots can be cut and planted. അപ്പം നമുക്ക് സ്റ്റെമ്മും റൂട്ടും കൂടി എടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റേജ് 1 ആണ് കൊടുത്തിട്ടുള്ളത്. സെലക്ട് എ പെൻസിൽ, നമ്മൾ ലെയറിംഗ് പ്രോസസ്സാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. അപ്പോൾ മദർ പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് അധികം പെൻസിൽ സൈസിലായിരിക്കണം കേട്ടോ. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. ഏറ്റവും നല്ലത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. മേക്ക് എ കട്ട് ഓഫ് 2 to 3 centimeter ലെങ്ത് ഇൻ എ സർക്കുലാർ ഷേപ്പ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു സർക്കുലാർ ഷേപ്പ് 2 to 3 centimeter ലെങ്ത്തിൽ കട്ട് ചെയ്യുക. ഓൺ ദ ബാർക്ക് ഇൻ ബിറ്റ്വീൻ 2 nodes ഓഫ് ദി സ്റ്റെം. അപ്പോൾ 2 nodes ഓഫ് സ്റ്റെം ഉണ്ടാവും അല്ലേ. സ്റ്റേജ് 2, അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോപീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് പൗഡർ ടു ദിസ് ഏരിയ. അപ്പോൾ ആ മുറിച്ച ഭാഗത്ത് നമ്മൾ കൊക്കോപീറ്റ് നമുക്കറിയാം അല്ലേ, ചകിരിച്ചോറാണ്, പിന്നെ സോയിൽ, അതേപോലെ കൗഡങ് ചാണകപ്പൊടി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ ആ മുറിച്ച ഭാഗത്ത് തേച്ച് കൊടുക്കുക. റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. എന്നിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കുകയാണ് ഒരു പോളിത്തീൻ ബാഗ് വെച്ചിട്ട്. വാട്ടർ ദ ഏരിയ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും നമുക്ക് ആ ഏരിയയ്ക്ക് കൊടുക്കണം. റൂട്ട് വിൽ സ്പ്രൗട്ട്സ് ഇൻ ദ ഏരിയ ഓഫ് ലെയറിങ്. അപ്പോൾ ആ ലെയറിങ് ചെയ്ത ഭാഗത്ത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എന്ത് വരും, റൂട്ട് വരും. കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ്. അപ്പോൾ ആ സ്റ്റെമ്മ് കട്ട് ചെയ്യുക ആ ലെയറിങ്ങിൻ്റെ അടിയിലേക്കുള്ളത്. ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട്. നമുക്കത് എന്നിട്ട് എന്ത് ചെയ്തെടുക്കാം, അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ സ്റ്റെമ്മ് കളയുകയാണ് നമ്മൾ അല്ലേ, മനസ്സിലായി. അപ്പോൾ ആ ഇല വന്ന ഭാഗം മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പോട്ടിൽ നമ്മൾക്ക് സാധാ പോലെ ഇനി വളർത്തിയെടുക്കാം കേട്ടോ, നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തിട്ട്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ. നമുക്കത് ചട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സോയിലിലേക്ക് മാറ്റാം. ലെയറിങ് എന്ന് പറയുന്നത് എന്താണ്? ലെയറിങ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മൾ മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയ റൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് പുതിയ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർപ്പൻറ്റൈൻ ലെയറിംഗ് ആണ്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിംഗ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവൽസ്. ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു വേല നമുക്ക് എന്തെടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഇരട്ടി ആയിട്ടുള്ള സാധനം നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് അല്ല, ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിംഗ് മെത്തേഡ്സ്. എയർ ലെയറിങ്ങിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്? ഗോവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ ആപ്പിള്, അതേപോലെ തന്നെ ഫിഗ്, ആൽമണ്ട്. ഇനി സെർപ്പൻറ്റൈൻ ലെയറിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ബൗഗാൻവില്ല, ജാസ്മിൻ, ബെറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തമം. ഓക്കെ, കൺസിഡർ സം പെക്യുലാരിറ്റീസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. ഏതൊക്കെ പെക്യുലാരിറ്റീസാ? പൊസസ് ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്, സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, റിക്വയർ മോർ കെയർ. ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിംഗ്. സോ ലെയറിങ്ങിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മളോട് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കിക്കോ. പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ലെസ് സ്പേസ്. നമുക്കറിയാം ചെറിയൊരു സ്റ്റെം കട്ടിംഗ് എന്നാണ് എടുക്കുന്നത് അല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹാർഡ് ടു റൂട്ട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റഡ് യൂസിങ് ലെയറിംഗ് ടെക്നിക്സ് generally from roots more quickly with a greater overall success than when they are propagated from cuttings. കുറച്ചും കൂടി സ്പീഡി ആയിട്ടുള്ള മാനറിൽ നമുക്ക് ആ റൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. പൊസസ് ദ ക്വാളിറ്റി ഓഫ് ദ മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും കിട്ടും. പിന്നെ സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ് എന്താ, സ്മോൾ സൈസാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താ, ഷോർട്ടാണ് അല്ലേ. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, പെട്ടെന്ന് തന്നെ പൂവിടും അതുപോലെ കായ്ക്കുകയും ചെയ്യും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ പ്ലാന്റ്സ് ഹാവ് എ ഷോർട്ടർ ലൈഫ് സ്പാൻ ദാൻ പ്ലാന്റ്സ് ദാറ്റ് ആർ പ്രൊപ്പഗേറ്റഡ് ഫ്രം സീഡ്. ഇപ്പോൾ സ്പീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെടിയാണെങ്കിൽ കുറേ കാലം നിൽക്കും. ഇതിപ്പോൾ ചെടിയിൽ
സീഡ്സും അതേപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. പക്ഷേ അധികം നാൾ കുറച്ച് സീഡ്സൊക്കെ ഉണ്ടായി കുറച്ച് കാലം കഴിയുമ്പോൾ ആ ചെടി നശിച്ചു പോകും. മനസ്സിലായ? ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, ഇവിടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇല്ല. പിന്നെ റിക്വയർ മോർ കെയർ, നമുക്ക് കമ്പാരിറ്റീവ്ലി സീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാന്റ്സിനേക്കാൾ കൂടുതൽ നമുക്ക് കെയറിങ് ഇതിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്